എന്റെ ദൈവമേ, കറണ്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എന്താ അവസ്ഥ നോക്കണേ. മേലത്തെ ടെറസിന്നേ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുമായിരുന്നു. കൊള്ളാടി, എന്നാലും രസമുണ്ട്. ജീൻസ്, ബ്ലൂ ജീൻസ്, വൈറ്റ് ടീഷർട്ട്, ഒരു ചെറിയ പ്രിന്റ്. ക്രോക്സ് അല്ല, ക്രോക്സിന്റെ ചാത്ത്. നീ എന്റെ കൂടെ ഇരിക്കണേ. അപ്പൊ ഗൈസ്, നമ്മളെ ഇന്ന് വണ്ടിയുടെ നമ്പർ ഇന്ന് കിട്ടുവാണേ. അപ്പൊ വണ്ടി ഇപ്പൊ എടുത്തിട്ട് 1 മാസവും ഒരാഴ്ചയും 3-4 ദിവസമായിട്ടുണ്ടെന്ന് കറക്റ്റ്. അപ്പം നമ്മുടെ വണ്ടി ഇത്രയും നാളെ നമ്മൾ TP-യിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ഫാൻസി ഒന്നും എടുത്തില്ല. 777 ഒക്കെ അല്ല, 999 ഉണ്ടായിരുന്നു, 9191 ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് എല്ലാത്തിനും ഭയങ്കര ലേലം വിളിയാണ്. ചടയങ്ങൾത്താണെങ്കിൽ നമുക്ക് ആ നമ്പറൊക്കെ കിട്ടിയാണ്. KL 82 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വലിയ നമ്പറിനൊന്നും പിടിയില്ലടി മൃദുലേ. ട്രിവാൻഡ്രം അങ്ങനല്ല ഗൈസ്. ട്രിവാൻഡ്രം നല്ല നമ്പറിന് നല്ല പിടിയാണ്. അപ്പൊ എന്തായാലും നമ്പർ ഏതാണ് നമുക്ക് കാണാം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഭയങ്കര ഫാൻസി ഒന്നും അല്ല, പക്ഷെ നമ്പർ കേൾക്കാനും കാണാനും നല്ലൊരു സുഖമുള്ളൊരു നമ്പറാണ്, അത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും അതിനുവേണ്ടി ഞാൻ ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് 3000 റുപ്പീസ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഓൾറെഡി നമുക്ക് 3000 നമുക്ക് സെലക്ട് ചെയ്യുന്ന നമ്പറിന് എല്ലാത്തിനും കൊടുക്കണം. അങ്ങനെ അതുകൊണ്ട് ഞാൻ 3000 രൂപ കൊടുത്തിട്ടാണ് ഈ നമ്പർ ബുക്ക് ചെയ്തത്. അതൊരു ബുക്കിംഗ് ചാർജ് ആണ് കേട്ടോ, അതൊരു ഫീസാണ്. നമുക്ക് ആ ഒരു നമ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു, മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മളിങ്ങനെ കൂട്ടുമ്പം ഇരട്ട സംഖ്യ അങ്ങനെ എന്തോ വരുന്നു, മൃദുലയ്ക്ക് അങ്ങനെ എന്തോ ഒറ്റക്ക സംഖ്യ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ നമ്പർ സെലക്ട് ചെയ്തു. ഇത് വണ്ടി കയറി സാധനം അതല്ലേലും മാറ്റണം, അവിടത്തേക്ക് ഓരോന്ന് പോയി പോവാ. അപ്പം അതുപോലെ വീട് പണി കിടക്കുന്നതുകൊണ്ട് വണ്ടി കഴുകിയിട്ടാലും പൊടിയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. വളരെ സന്തോഷം. നമ്മൾ ഈ അതർ സ്റ്റേറ്റ് പോകുമ്പോൾ നമ്മൾ ഈ TP കൊണ്ടുപോകുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അത് പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. ചിലപ്പോൾ അഥവാ അറിഞ്ഞാൽ ഫൈൻ അടിക്കും. എനിക്ക് അറിയത്തില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതായത് നമ്മൾ ഈ TP നമ്പർ വെച്ചിട്ട് നമുക്ക് ഓൾ ഇന്ത്യ പോകാൻ പറ്റുമോ, അത് തമിഴ്നാട്, കർണാടക അങ്ങനെയൊക്കെ പോകുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. 1-2 വീഡിയോസ് ഞാൻ കണ്ടു. അങ്ങനെ പൊക്കൂടാന്ന് എന്തെങ്കിലും ഫൈൻ അടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ 1 മാസം കഴിഞ്ഞുള്ളൂ. ഇപ്പം പണ്ടൊക്കെ 6 മാസം വരെ നമുക്ക് TP കൊണ്ട് ഓടായിരുന്നു. ഇപ്പം അങ്ങനെ പറ്റത്തില്ല. വണ്ടി എടുത്തിട്ട് 48 ദിവസത്തിനുള്ളിൽ നമ്പർ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഫൈൻ അടിക്കും. അത് എത്ര രൂപയാണ് ഫൈൻ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് എന്തിനാ വെറുതെ ഫൈൻ അടിക്കും? നമ്മൾ അതിന് മുമ്പായിട്ട് പിടിച്ചോ, ഈ വണ്ടി പിടിച്ചോ, വണ്ടി പോടേ, വണ്ടി ആണല്ലേ. ഈ സമയത്ത് കാറ്റുണ്ട് ഇവിടെ. ചോദിച്ചില്ലേ പൊടി ഉണ്ടെന്ന്. പോവാൻ പോ. ലെറ്റ്സ് ഗോ. മൃദുലേക്ക് ഭയങ്കര മന്തി തിന്നണോന്ന് യാക്ക്. എന്ത് നിനക്കൊരു കൊതിയൊക്കെ? എന്തോ മൃദുല ഒരു കൊതിയൊക്കെ? ഇപ്പൊ വയ്യ കേട്ടോ, ഒരു ഡൈപ്പർ തന്നെ കോരിയിട്ട് വയ്യ കേട്ടോ. ചുമ്മാ പറഞ്ഞേട്ട് ഗൈസ്. എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ആര്യാസിന്ന് മീൽസ് കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതെങ്ങനെ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമ്മളാ ഡയറ്റ് ഒന്നും നടക്കത്തില്ല. മഞ്ചിയെ കേറും. ഇതൊക്കെ കണ്ട് എങ്ങനെ കഴിക്കാൻ? എനിക്ക് മയൊക്കെ കൊണ്ട് കുപ്പി നിറച്ച് വെച്ചേക്കുവാ. ഹാഫ് ചിക്കൻ മതി അല്ലേ? ചൂടായി കഴിക്കാൻ മതി. ഇതുണ്ടല്ലോ, നമ്മൾ ഈ സോസിൽ അങ്ങോട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. കൂടുതൽ ടേസ്റ്റ്. പലയിടത്തെയും ഈ തക്കാളി ചട്നി ആരും മൈൻഡ് ചെയ്യാറില്ല, മാറ്റി വയ്ക്കും. പക്ഷെ ഇവിടെ അടിപൊളി ടേസ്റ്റാണ്. ഗായ്സ്, അപ്പോൾ നമ്മളതേ ടൊയോട്ടയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളെ വണ്ടി എടുത്തിരുന്ന അതേ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഹോട്ടൽ അപ്പുറത്തും ഷോറൂം ഇപ്പുറത്തും, അതുകൊണ്ട് നടന്നു വരാനുള്ള ദൂരം ഉള്ളായിരുന്നില്ലേ. കൂടുതൽ മന്തി എല്ലാം കൂടി കുത്തിക്കയറ്റി വയ്യ ഗൈസ് നടക്കാൻ. ഞാൻ കഴിച്ചാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്പർ TP-ക്ക് വിടാ. ഇനി വെച്ചാൽ അറിയത്തില്ല, പുതുമ പോയി. യുവർ കോഫി എനിത്തിങ് എൽസ് മാം? കാപ്പുച്ചിനോ, കോപ്പിച്ചിനോ, എനിത്തിങ്? കോഫി. നമ്മളിവിടെ ഇരുന്നാണ് ആദ്യമായിട്ട് വണ്ടി ബുക്ക് ചെയ്ത്, ഓർമ്മേണ്ട? ആ വീഡിയോ ഇല്ല, ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ വീഡിയോ SSD-യിലാക്കി, SSD അടിച്ചു പോയ എന്തോ സംതിങ്, എനിക്കറിയത്തില്ല, അത് എങ്ങോട്ടോ പോയി വീഡിയോ. ഗൈസ്, ഇത് ഏതായി മുതലാ കിടക്കുന്നതെന്ന് കണ്ടോ സുഹൃത്തുക്കളെ? ലാൻഡ് ക്രൂയിസർ. നമ്മുടെ നാട്ടിൽ എത്രയാണ് ബ്രോ ഓർഡർ വരുന്നത്? 3 കോടി ഗൈസ്, 3 crores. ഞാൻ മോനെ കിടക്കുന്നത് നോക്കി. ബാക്കിൽ നോക്ക്, ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ.
ഈ ദുബായിൽ ഈ വണ്ടിക്ക് 3 കോടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 1 കോടി, എനിക്കറിയില്ല. എന്നാലും നമ്മളിവിടുത്തെ നാട്ടിൽ എത്രയും വരും. കാരണം ഇത് ഇവിടെ അല്ലല്ലോ മാനുഫാക്ചറിങ്, എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അത്രയും ടാക്സും കാര്യങ്ങളൊക്കെ കൂടുമ്പം അത്രയും എക്സ്പെൻസ് കൂടും. അയ്യോ, ഞാൻ ആദ്യമായിട്ടോ പുതിയ ലാൻഡ് ക്രൂയിസർ കാണുന്നത് നേരിട്ട്. അടിപൊളി. ഞാൻ നമ്പർ അടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരുടെ യാർഡിൽ വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ, ഷോറൂമിൻ്റെ ബാക്കിൽ. ഇത് GR സ്പോട്ടാണോ തോന്നുന്നു. കണ്ടോ GR ആണ്. GR ഇത് ടോപ്പ് വേരിയന്റ്. ആ, ഫോർച്യൂണറിനുണ്ട് GR സെയിം. ഇത് ഫസ്റ്റ് ടൈം ആണോ നിങ്ങളെ ഷോറൂമിൽ? ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം ആയിട്ട് ട്രിവാൻഡ്രം നമ്മുടെ ഷോറൂമിൽ ആദ്യമായിട്ടാണ് ലാൻഡ് ക്രൂയിസർ വരുന്നത്. അതും ടോപ്പ് വേരിയന്റ് GR. രക്ഷയില്ല, അടിപൊളി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളെ വണ്ടിയുടെ നമ്പർ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര ഫാൻസി ഒന്നുമല്ല. ഫാൻസി വേണോ എന്ന് എൻ്റെ അടുത്ത് പ്രസൂൺ ബ്രോ നിർബന്ധിച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, എന്തിനാ വെറുതെ, നമുക്ക് അതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് ചെറിയൊരു ഫാൻസി. എന്നാലും കേൾക്കാൻ സുഖമുണ്ട്. ഇല്ലേ മൃദുലേ? ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പോൾ എന്താ നമ്മുടെ നമ്പർ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അമ്പൂട്ടാ റെഡി? ഉണ്ടായിരുന്നോ? KL01 നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ട്രിവാൻഡ്രമായിട്ട് KL01 എന്താ കിട്ടാത്തതെന്ന്. അതിന് പ്രസൂൺ ബ്രോ തന്നെ മറുപടി പറയാം. പറഞ്ഞോ. ലൊക്കേഷൻ വന്നിട്ട് കഴക്കൂട്ട് വരുന്നത്. അതെ. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ KL22 അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നമ്പർ. ഇവിടുന്ന് എവിടെ തൊട്ടാ KL01 കിട്ടുന്നത്? നമുക്ക് KL01 ഇവിടെ ആക്കുളം വെച്ചില്ല, നമ്മൾ ഇവിടുത്തെ ആദ്യം കയറുന്ന പാലം, ആ പാലത്തിന് അപ്പുറത്തോട്ട് ട്രിവാൻഡ്രം. പക്ഷെ നിങ്ങൾ ആരും KL01 ആണെങ്കിൽ ആ ഒരു എടുപ്പ് ട്രിവാൻഡ്രം. നിങ്ങൾ നമ്മൾ ട്രിവാൻഡ്രം ഇല്ല, പറ്റത്തില്ല. നമ്മളെ വീട് നിൽക്കുന്ന ലൊക്കാലിറ്റി നമുക്ക് ഇവിടുത്തെ കോർപ്പറേഷനാണ്, കഴക്കൂട്ടം കോർപ്പറേഷനായിരുന്നു അല്ലേ? അതുകൊണ്ട് നമുക്ക് KL22 ആണ് കൊണ്ടത്. അപ്പം നമ്പർ എങ്ങനെ ഉണ്ടെന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് സുഹൃത്തുക്കൾ. ഇഷ്ടപ്പെട്ടോ? മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ടോ? 9030 അതന്നെയല്ലേ പ്രസന്റ് ബ്രോ. താങ്ക് യു. പിന്നെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. നമ്മളും എവിടെ നിന്ന് ഇറങ്ങുവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളൊരു ചങ്കിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ വീഡിയോക്ക് മുമ്പ് നമ്മളെ കല്യാണം തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയാം. ബ്രോ കാണുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എന്റെ കല്യാണത്തിന് ഒരുക്കിയ നമ്മളെ ബ്ലൂംസ് ആണോ ഗ്രൂംസ് ഉണ്ടെന്നല്ലോ. ആ, അപ്പം ഇതേ പുതിയ വണ്ടിയൊക്കെ എടുത്ത് കൺഗ്രാറ്റ്സ്. പുതിയ താറ് ഈയിടയ്ക്ക് എടുത്തതേ ഉള്ളായിരുന്നു. താറിന്റെ വീഡിയോ കണ്ടായിരുന്നു. ഇപ്പം വന്നത് വേറൊരു ഐറ്റത്തില്. ഇത് ഏതാ 200D BMW 520D ഗൈസ്. സൺറൂഫ് ഒക്കെ ഉണ്ട്. ഇതില്ല, ഞാൻ ആദ്യമായിട്ടാണ് BMന്റെ വണ്ടി ഓടിക്കുന്നത് കേട്ടാ ബ്രോ. ഫസ്റ്റ് ടൈമാ. കേറിയപ്പോ നോക്കി ഇതൊക്കെ കണ്ടപ്പം ഇതിലെ പ്ലെയിനിലൊക്കെ സംഭവം എന്തൊക്കെയോ സ്വിച്ചസ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അടിപൊളി. അതുപോലെ വണ്ടി കളർ ഒരു രക്ഷയില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓറഞ്ച് കളർ. മന്തിയൊക്കെ ദഹിച്ചു സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സലൂണിലാണ്. മൃദുലയ്ക്ക് സ്പാ ചെയ്യണം പോലും. സ്പാ ഞാൻ വീട്ടിൽ ചെയ്ത് തരുന്നല്ലോ. സ്പാ എനിക്ക് ചെയ്യാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്. പിന്നെ ഞാനാണോ നിന്റെ ഉണർത്തി ചെയ്തപ്പോൾ ഉറങ്ങിയല്ലോ തിരിച്ച്? ഹലോ ഗായ്സ്, ഈ സ്പാ മാത്രമേ ഉള്ളൂ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ കുഞ്ഞിനൊന്ന് ചെറിയൊരു ഹോസ്പിറ്റലിൽ കയറി ദോഷം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഹോസ്പിറ്റലിൽ കയറി. പിന്നെ നമ്മൾ അവരെ കണ്ട് ചെറിയൊരു ജ്യൂസ് കുടിക്കാൻ പോയി. പിന്നെ അവരുടെ കാര്യം വന്നപ്പോൾ പിന്നെ അവർ പോയി. നല്ല വണ്ടിയില്ലേ? അല്ല ഭയ്യ ഹെയർ സ്റ്റൈൽ നൈസ്, സൂപ്പർ ഹെയർ സ്റ്റൈൽ. ഈ ഒരു സ്കിന്നൊക്കെ എന്തിങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കും. നമ്മളൊന്നും ഒരുമായിട്ട് ആ ജാക്കിച്ചാൻ്റെ ലുക്കിൽ പുള്ളിക്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അതല്ല ഈ കൊറിയനാണോ അവർ? കൊറിയനല്ലേ? കൊറിയനോ നേപ്പാളോ എന്തോ. പക്ഷെ എന്നാലും അവരൊരു സ്കിൻ ഭയങ്കര ഗ്ലാസിയാണ് അല്ലേ? ഗ്ലാസ് പോലെ തിളങ്ങും. ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പോടെ വന്നിട്ടുണ്ട്. നമസ്തേ. ഹായ് ഹായ്. ഹെയർ സ്പാ ഇവിടെ ഇരിക്കുകയല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ സ്പാ ചെയ്യട്ടെ സുഹൃത്തുക്കളെ. അയ്യോ, ഞാൻ തുടങ്ങട്ടെ ഗൈസ് പരിപാടി. മൃദുലേ തുടങ്ങിക്കോളൂ. രണ്ടുപേരും അപ്പുറം. നീ ഉറങ്ങിക്കോളൂ. ഇത് എനിക്ക് അതുപോലെ ആക്കണം മുടി കേട്ടോ.
ഞാൻ ഇനി വളർത്തുകാരെന്ന് ആലോചിക്കാം കേസ് മുടി. കട്ട് ഞാൻ കട്ടിയ കോമഡി ആയിരിക്കും ബ്രോ. നമ്മളൊന്നും കട്ടിയ ചേരൂല. നമ്മളെ ഫേസ് നഹി ചേർച്ചാഹേ. അടിപൊളി അടിപൊളി. അമ്പു അമ്പു. ഇപ്പൊ എന്ത് രസവും മുടി ഇടിക്കുന്നത് കാണാൻ. 2 ദിവസം കഴിയണം, തീർന്നു. നിന്റെ മോ എന്റെ ക്യാമറ കയറി പിടിക്കണ കേസ് കണ്ട. ഡേയ് മിണ്ടായി, ഞാൻ ഒന്ന് ക്യാമറ വീഡിയോ എടുത്തോട്ട്. ക്യാമറ സത്യത്തിൽ ലാസ്റ്റ് എന്നാണ് ഞാൻ ഹെയർ സ്പാ ചെയ്യുന്നത് ഓർമ്മയുണ്ട്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേന്ന്. എന്റെ ഫൈനൽ ലുക്ക് താണ്ട കൈസ്. എന്റെ മുഖമേ മാറിയോ എനിക്ക് തോന്നി. അന്ന് ഹെയർ സ്പാ ചെയ്തില്ല, ഫേഷ്യല്ല ചെയ്തത്. ഇതുണ്ടോ മുഖം ചെറുതായി, മുടി പൊങ്ങി നിൽക്കുന്നു. മുഖത്ത് താടിയ മീശ ഒന്ന് ക്രോപ്പ് ചെയ്തപ്പോഴേ. ഇനി മുടി വളർത്താൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. മുടി വളർത്തിയാലും ആലോചിക്കും മീസ്. കുറെ നാളായില്ല എപ്പോഴും ഷോട്ട് ചെയ്യുന്നു. പഴയ അങ്ങ് ഞാൻ കല്യാണത്തിന് മുമ്പുള്ള ആ ഒരു ഇവൻ 1 വയസ്സാകുമ്പോ ഒന്നിച്ച് മുട്ടടിക്കോ? മുടി വളർത്തിയാലും ആലോചിക്കും. നിങ്ങൾ തഴക്കാൻ വേണ്ടി പ്ലീസ് വളർത്തി. എന്ത് പറയുന്നു? മുടി വളർത്തി നീ രണ്ടുപേരും മുടി വളർത്തിയ 2 പേർക്ക് മട്ടയടിക്കാം. ഇത്രയും നേരം അടങ്ങിയിരുന്നുള്ളതാ. അപ്പൊ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. ഫൈനൽ ലുക്ക് അടിപൊളി. മൃദുലയാണ് കുറച്ചും കൂടി അടിപൊളിയായത്. ആ ഡ്രസ്സും അതിൻ്റെ കൂടെ ഹെയറും കൂടി ആയപ്പോ അല്ലേ രസമുണ്ട് ഗൈസ്. ബ്യൂട്ടിഫുൾ. നാളെ രാവിലെ ആകുമ്പോഴും ഞാൻ ഇത് പറയാം. കുളിക്കൂല, അത് സത്യം കേട്ടോ. മൃദുല എന്തെങ്കിലും മുടിയിലോ മുഖത്തോ ചെയ്താൽ പിന്നെ കുളിക്കൂല. എന്താന്തോ കനത്ത മഴയാണ്, കനത്ത മഴ. എന്റെ ദൈവമേ, കറണ്ടും ഇല്ല ഒന്നുമില്ല കേട്ടോ. എന്താ അവസ്ഥ നോക്കണേ. വരുന്ന വഴിക്ക് മരം മൊത്തം ഇടിഞ്ഞ് വീണ്, മരം മൊത്തം പുഴുത്. എത്ര അടുത്താ മരം പുഴുതെന്ന് അറിയാമോ? നമ്മുടെ വീടിനടുത്ത് 2-3 തെങ്ങ് ഫുള്ള് KCB-കാരൊക്കെ ഫുള്ള് പണി ചെയ്യും കേട്ടോ. എന്തായാലും ഇനി നാളത്തേക്കും കറണ്ട് പ്രതീക്ഷിക്കണ്ട. അതും കനത്ത മഴയും ഗൈസ്. മഴ ഒരു രക്ഷയില്ലാത്ത മഴ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ കൂടെ കാറ്റും. ചെറുതായിട്ടൊന്ന് പേടിച്ച് പോയി. വരുന്ന വഴിക്ക് ലൈൻ കമ്പിയൊക്കെ റോഡിന് തട്ടി നിൽക്കുമായിരുന്നു കേട്ടോ പലയിടത്തും. എന്ത് പറഞ്ഞില്ലേ? പിടിക്കാം. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്മയെ നമ്മൾ തിരിച്ച് വീട്ടിൽ, അമ്മ അവിടെ വീടൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് അത് വൃത്തിയാക്കാൻ വേണ്ടി അമ്മയും കൂടി കൊണ്ടാക്കണമായിരുന്നു. അങ്ങനെ പോയിട്ടൊക്കെ വന്നതാണ്. പോയിട്ട് വന്ന് ഇന്ന് ഉച്ച തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇതുവരെയായിട്ട് തോന്നിട്ടില്ല എന്നുള്ളതാണ്. കറണ്ടില്ല, ഇന്നിനി ഇരുട്ടത്തായിരുന്നു കേട്ടോ. ഇൻവെർട്ടർ ഉടനെ വെക്കണം. നമുക്ക് മേളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. മഴയൊക്കെ പെയ്തിട്ട് എന്ത് അവസ്ഥ എന്നറിയാൻ പോയല്ലോ. നമ്മൾ ഈ ജനലിൻ്റെ ഈ കതവിൻ്റെ ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. എന്താ അവസ്ഥയെന്നറിയാൻ വയ്യ. കാരണം ഈ വെള്ളം ഈ സ്റ്റെപ്പിൽ കൂടെ ശീതം അടിച്ചിട്ട് നമ്മൾ ഈ സ്റ്റെയറിൽ മൊത്തം വെള്ളം രാവിലെ ആയായിരുന്നു. കാരണം അങ്ങനത്തെ മഴയാണ്, നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. കാരണം ഈ മരത്തിൽ നിന്നൊക്കെ വീഴുന്ന വെള്ളമായിരിക്കാം. നല്ല ഫ്ലോയിൽ ഇവിടുത്തെ സ്റ്റെപ്പിൽ വീണിട്ട് നമ്മൾ ഇതിലേ കൂടെ ചെറുതായിട്ട് ഒലിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒലിക്കുന്നില്ല, കുഴപ്പമില്ല കേട്ടോ. മഴ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പം ഇങ്ങനെ ലീക്കേജ് ആയിട്ട് വരും. എന്തായാലും ഇന്നിപ്പോൾ രാത്രി കറണ്ട് പ്രതീക്ഷിക്കണ്ട. മഴയൊക്കെ ഉണ്ടോ? എന്റെ ഫോണിലോടെ 26 ചാർജ്. ഞങ്ങള് നല്ല ഉറങ്ങിയത്. എവിടെ കയറി പോണം? ഇല്ലടേ, മഴയുടെ ഇങ്ങനെ നാട്ടിലെങ്ങും കറണ്ട് ഇല്ലടേ. വരുന്ന വഴിക്ക് എത്ര അടുത്താടി KCB-കാര് വർക്ക് ചെയ്യുന്നത്. ഇവിടെ തെങ്ങ് അവിടെ എല്ലാം പുളിമരം. ഈ പുളിമരത്തിന് ഒട്ടും ആയുസില്ലല്ലേ? പുളിമരം ഒരുപാട് അടുത്ത് ആയുസില്ലെന്നല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കാറ്റ്, മഴ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, കാറ്റ് ഡേഞ്ചറാണ്. കാറ്റ് നമ്മൾ പേടിക്കണം. എത്ര അടുത്താ മരം പൊഴുതി വീണ? ഒരു ചെറിയൊരു എമർജൻസി ലൈറ്റ് ഉണ്ട്, എന്തേ നോക്കട്ടെ. അതിലാന്ന് ചാർജും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ ഇല്ലേ? നമ്മളിവിടെ ആണെങ്കിൽ മറ്റേ ഇല്ല, കറണ്ട് പോകുമ്പോൾ കത്തുന്ന ലൈറ്റ് ഇല്ല. അത് അത്യാവശ്യമായിരുന്നു. അതൊക്കെയാണ് അത്യാവശ്യ കാര്യങ്ങൾ. നമ്മൾ ഒരു ഓർമ്മയില്ലാതെ അതൊക്കെയാണ് അത്യാവശ്യ കാര്യങ്ങൾ. അതൊക്കെയാണ് വെക്കണത്. അത് കുഞ്ഞു മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്കൊരു വെട്ടത്തിനില്ല. അതൊക്കെ എന്താ ഞാൻ ഓർക്കാത്തേ?
അതൊക്കെ ഞാൻ ഓർത്ത് വാങ്ങിച്ചു വെക്കണ്ടേ? അതൊക്കെ ഭയങ്കര അശ്രദ്ധയാണ് എൻ്റെ. അത്യാവശ്യം കുഞ്ഞുള്ളടുത്ത് അതൊക്കെയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഉടനെ ഇൻവെർട്ടർ വെക്കും, കാരണം കുഞ്ഞുകൂടെ അടുത്ത് ഒരു ഫാനെങ്കിലും വേണം. ഈ ഹാൻഡിലെ ഫാൻ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ പോകും. എന്തായാലും അമ്പൂട്ട് അന്തം വീട്ടിൽ മക്കളെ കൈവച്ചേക്ക് നോക്ക്. ഇരുട്ടത്തിരുന്ന് ഫുഡ് കഴിക്കട്ടെ, ഉള്ള വെട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റില്ലേ. നോ ഇലക്ട്രിസിറ്റി ചലഞ്ച് ആയിരുന്നു. അത് മനഃപൂർവ്വം അല്ലാതെ ജീവിതത്തിൽ വന്നൊരു ചലഞ്ചായിരുന്നു. പൊന്നു ഗായ്സ്, രാവിലെ മഴയാണ് കേട്ടോ. സമയം ഇപ്പൊ 1 മണി അല്ലെ 12 മണിയല്ലേ 11 മണി 1 മണിയായി കേട്ടോ രാവിലെ. എന്നാൽ ഇപ്പോഴും തകർത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിലും ഇല്ല, ഫോണിൽ ചാർജ് ഇല്ലാതെ ഓഫായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കുത്തിയിട്ടേക്ക് ഫോൺ. 2 ഫോണും മൊത്തം ഡെഡായി. അത് മാത്രമല്ല, വൈഫൈ ഇല്ല, നോ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല. അവസ്ഥ എന്നൊക്കെ പറഞ്ഞോടല്ലേ, ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇന്നലെ ഏതാണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ്, നമ്മൾ ഇന്നലെ അമ്മയെ കൊണ്ടാക്കാനൊക്കെ പോയി, പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. ഇന്നലെ വരുന്നതിന് മുമ്പ് കറണ്ട് പോയതാ, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് അന്ന് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അത് ഡേറ്റ് എന്ന് പറയുന്നത് 30-ാം തീയതി അല്ലേ. അപ്പം എന്തായാലും ഹൊറിബിൾ അവസ്ഥയാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങളവിടെ നല്ല മഴയൊക്കെ ആയിരിക്കും. നമ്മളെന്തായാലും ഇന്ന് പുറത്തോട്ട് പോവാണ്, കാരണം നെറ്റ് കിട്ടുന്നില്ല. നെറ്റുമായിട്ട് ഇന്നലെ വൈകിട്ട് നെറ്റുമായിട്ട് ഇന്റർനെറ്റായിട്ട് ഒരു കണക്ഷൻ ഇല്ല, വാട്സപ്പ് കിട്ടുന്നില്ല, കോള് കിട്ടുന്നില്ല. എന്നെ ഇനി ആരെങ്കിലും ഒക്കെ വിളിച്ചോന്ന് പോലും അറിയാൻ വയ്യ. ഇവിടെ നമുക്ക് ഇന്റർനെറ്റിന് പ്രശ്നമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മഴയത്തും കാറ്റത്തും ടവറിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. സാധാരണ നമുക്ക് എയർടെലിനൊക്കെ ഇവിടെ 5G ആണ്, ഫുൾ കട്ടയാണ്, നല്ല സ്പീഡാണ്. മേ ബി വൈഫൈ കിട്ടിയില്ലെങ്കിൽ പോലും നെറ്റ് വഴി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാരണം അത്രയ്ക്ക് സ്പീഡാണ്. എൻ്റെ എയർടെൽ അവളെ ജിയോയുമാണ്. ഇത് രണ്ടും കിട്ടുന്നില്ല. അപ്പൊ ഇന്നലെ എന്തോ സംതിങ്, ഇന്നലത്തെ കാറ്റത്ത് എന്തോ പറ്റിയിട്ടുണ്ട്, എവിടൊക്കെയോ തകരാറുകൾ പറ്റിയിട്ടുണ്ട്. അതെ, ഇന്നെന്തായാലും നൈറ്റ് ആവും. ഇന്നിനി വരുമോന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് ഗൈസ്. പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും ഇനി അങ്ങോട്ട് റെഡി. കാലവർഷം തുടങ്ങിയല്ലേ ഉള്ളൂ. കാലവർഷം എന്നല്ലേ പറയുന്നത്. നമ്മള് മഴ പിടിച്ചിട്ട് കുളം മാറിയിരിക്കും അവന്റെ. അതുകൊണ്ടാ അവരുടെ അടുത്ത് ഒന്നും ചോദിക്കാൻ. ഞങ്ങൾ ക്യാമറ നോക്കിയിരിക്കുവായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? എങ്ങനെ ഉറങ്ങി? അതല്ല, കുഞ്ഞു പിള്ളേരുടെ തലയിൽ എപ്പോഴും ചൂടായിരിക്കും. അവർക്ക് ഈ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആവുന്നതുകൊണ്ടൊക്കെ എപ്പോഴും ചൂടായിരിക്കും. അവനെ എപ്പോഴും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആദ്യം വീർത്ത് കുളിച്ചിരിക്കുന്ന തലയായിരിക്കും. അവക്കാടോ, ഇത് അവക്കാടോ ഇല്ല, അവക്കാടോ മുട്ട കിണ്ടിയതും ബദാം. പിന്നെ നമുക്ക് റേഞ്ച് ഉള്ളിടത്തുനിന്ന് ഒന്ന് പോകണം, കാരണം കോൾസ്, മെയിൽസ്, നമ്മളെ കുറച്ച് വർക്കിന്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആരൊക്കെ കോൺടാക്ട് ചെയ്തൊന്നും, അതിനൊക്കെ ആരും വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒന്നും അറിയാൻ വയ്യ. റേഞ്ച് ഉള്ളിടത്തുനിന്ന് പോയി ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മെയിലൊക്കെ ഒന്ന് നോക്കണം. പക്ഷെ കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയകൾ, അതായത് ഇടുക്കിയും വയനാട്ടിലും കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയകളിലൊക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ 1 ആഴ്ചയും 2 ആഴ്ചയൊക്കെ വരും. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും കേട്ടോ, ആസ്വദിച്ച്. അവക്കാടോ ഇല്ലടി, അവക്കാടോക്ക് ഒട്ടും മധുരമില്ല കേട്ടോ, അവന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഒരു വികാരവും ഇല്ല അവക്കാടോക്ക്. അയ്യോ അവക്കാടോ, എനിക്ക് വയ്യേന്നും പറഞ്ഞിരിക്കുന്നു അവക്കാടോ. എന്നെ തിന്നല്ലേ എന്നും പറഞ്ഞു. ഒരു ടേസ്റ്റും ഇല്ല ഈ സാധനത്തിന്, ഇത് മധുരമൊന്നും ഇല്ല. ഇതിന് കഴിക്കുന്നറിയോ എനിക്ക് കഴിച്ചിട്ട്, അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നത്. അവൻ എങ്ങനെ കഴിക്കുന്നോ. മഴയൊക്കെ എങ്ങനെയുണ്ട്? തണുപ്പൊക്കെ ഉണ്ടോ? അതോ ചൂടാണോ? ഇത് മുഖം തിരിക്കാറേ, ഇങ്ങോട്ട് നോക്കടേ, ഇനി ഇങ്ങോട്ട് നോക്കടേ. ഇനി മഴയൊക്കെ എങ്ങനെയുണ്ട് പറഞ്ഞ് കൊണ്ടടേ അങ്ങോട്ട്. അമ്പോ മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മൂട്ടിന് മഴ കാണാൻ ഇഷ്ടം കേട്ടോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇത്രയും നേരം ഫുഡ് കഴിക്കാൻ നേരത്തെ ജനലിൽ കൂടെ അതെ വാഴയുടെ ഇലക്കകത്ത് വെള്ളം വീഴുന്ന ശബ്ദവും അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഒബ്സർവേഷനാണ് ഇപ്പം. ചെറിയൊരു കാര്യങ്ങൾ മതി, അവരിങ്ങനെ കുറേ നേരം തന്നെ അത് നോക്കിക്കൊണ്ടിരിക്കും. നിനക്ക് ഭയങ്കര ഒബ്സർവേഷനാണോ? ആണോ? ഗായ്സ്, അപ്പോൾ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ ഒക്കെ പണി നടക്കും കേട്ടോ, വരുന്ന വഴിക്ക് ഫുള്ള് ഇല്ലേ മൃദുലേ? ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടോ, അടിയന്തരമായിട്ടുള്ള എമർജൻസി കിറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ പറയും എമർജൻസി ഉണ്ട്.
അതൊരു ആമ്പൂര് അതൊന്നും പുതിയ നമ്മൾ വാങ്ങിച്ചില്ല. നമ്മള് കുറെ കാര്യങ്ങൾ മുൻകൂട്ടി വാങ്ങിച്ചു വെക്കണം. നമ്മൾ ഇനി മഴക്കാലമാണ് ഗൈസ്. ഇനി നമ്മൾ ടോർച്ച് പിന്നെ അതൊക്കെ എല്ലാരും വീട്ടിൽ കാണും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലെന്നുള്ളതാണ് വിറ്റ്. മെഴുകുതിരിയില്ല ഇല്ലേ? നമ്മൾ ഇന്നലെ ആലോചിച്ച കൊട ഇല്ല ഗൈസ്. ഒരു കൊട ഇല്ലെന്നുള്ളതാ. വെയിറ്റ് ചെയ്തിരുന്ന് എന്നിട്ട് കൊട ഇല്ല ഗൈസ്. എന്താ അവസ്ഥ എന്നാലോചിക്കണേ. പിന്നെ എന്താ ഇല്ലാത്ത ടോർച്ച് ഇതൊക്കെ വാങ്ങണം. ഇതൊക്കെ ഉടൻ വാങ്ങണം. ഇനി അങ്ങോട്ട് കറണ്ടതൊക്കെ ഇനി എപ്പോഴും കാണണമെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ എന്തായാലും അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതൊക്കെ മഴക്കാലം ആകുമ്പോഴേ അതൊക്കെ ഓർക്കത്തുള്ളൂ. സിഗരറ്റ് ലാമ്പ് കണ്ടോ, ഇവിടെ ഫുള്ള് സീനാണ് കേട്ടോ. ഇവിടെ ഇന്നലെ തെങ്ങ് ഒടിഞ്ഞ് വീണ് ഇതാണ്ട് നമുക്കിവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് ഒരു ചെറിയ. ഇവിടെ എല്ലാം ലൈൻ കമ്പി എല്ലാം ഇതാണ്ട് റോഡിൽ കിടക്കുക. അതേപോലെ തന്നെ ഈ തെങ്ങ് മുറിച്ചിട്ടിരിക്കുന്നുണ്ടോ സൈഡിൽ. അതൊക്കെ പണ്ട് ഈ ലൈൻ കമ്പി ഉണ്ടോ താന്ന് കിടക്കുകയാണ് കേട്ടോ. വണ്ടി തട്ടുന്നില്ലാത്ത രീതിയിൽ കിടക്കുവാണ്. ഇവിടെ ആയിരുന്നു ഇന്നലെ സീൻ. ഇവിടെയൊക്കെ മരം പിടിക്കുന്നത് അതൊരു വലിയ മരമായിരുന്നു തോന്നല്ലേ. ഇനി എന്തായാലും KSEBയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് റെസ്റ്റ് ഇല്ലായിരിക്കും അല്ലേ. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് കഷ്ടപ്പെടുന്നത് അവരാണ്. അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു റെസ്റ്റും ഇല്ലാത്ത ഓട്ടം ആയിരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും മരം പൊടിഞ്ഞു വീണിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അവർക്ക് റെസ്റ്റ് കാണത്തില്ല. പിന്നെ നമ്മളിങ്ങനെ ഒരു ഉടനെ കറണ്ട് പോയാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ വിളിക്കാതിരിക്കുക. കുറച്ചൊരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടും വരാതിരിക്കുമെങ്കിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക അല്ലേ. കാരണം എല്ലായിടത്തും ഓടി അവരെത്തണ്ടേ. നമുക്ക് അതിനുള്ള ഇതല്ലേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് ഓറഞ്ച് അലർട്ട് അടി. ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ഇവിടെ ഇപ്പം നിലവില്ല. ഞാൻ ഇപ്പം കറണ്ട് ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ 3 ജില്ലകളിലെ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ഈ 3 ജില്ലകളിലെ റെഡ് അലർട്ട് ഉള്ളൂ. ബാക്കിയിടത്തൊക്കെ ഓറഞ്ച് അലർട്ട്. എന്നാലും എല്ലായിടത്തും മഴയുണ്ട്. ഇന്ന് ന്യൂസ് ഞാൻ കണ്ടതാണ്. എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. ന്യൂസ് ഇപ്പോൾ ഞാൻ കണ്ടതാണ്. എന്തോ ഈ KSEBയിൽ കുറെ കൂട്ടർ ഇന്ന് പെൻഷൻ ആവുകയാണെന്ന് ഇല്ലേ. ഒരുപാട് പേര് ഇന്ന് പെൻഷൻ ആവുന്ന ദിവസമാണ് അറിയാം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ് മഴയൊക്കെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ ബൈ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.